ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു രഹസ്യത്തിലേക്ക് നമുക്ക് പോകാം. വോയ്നിസ് മാനുസ്ക്രിപ്റ്റ്. പക്ഷേ ഒരു മുന്നറിയിപ്പ്. ഈ പുസ്തകത്തിന്റെ രഹസ്യങ്ങൾ തേടിപ്പോയ പലർക്കും പിൽക്കാലത്ത് വിചിത്രമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചിലർ ഭ്രാന്തിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. നിങ്ങൾ തയ്യാറാണോ? ഭൂമിയിലില്ലാത്ത സസ്യങ്ങൾ, ആകാശത്തില്ലാത്ത നക്ഷത്രങ്ങൾ, ലോകത്ത് ഒരിടത്തും സംസാരിക്കാത്ത ഒരു ഭാഷ. 600 വർഷമായി ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരെ പരിഹസിച്ചുകൊണ്ട് ഈ പുസ്തകം ഇന്നും ജീവിക്കുന്നു. 2ാം ലോകമഹായുദ്ധത്തിലെ നാസി കോഡുകൾ തകർത്ത ആലൻ ട്യൂറിംഗും ആധുനിക സൂപ്പർ കമ്പ്യൂട്ടറുകളും ഇതിനു മുന്നിൽ പരാജയപ്പെട്ടു. 1912 വിൽഫ്രിഡ് വോയ്നിച്ച് ഈ പുസ്തകം കണ്ടെത്തുന്നത്. 1912 ഇറ്റലിയിലെ റോമിന് സമീപമുള്ള വില്ല മൺഡ്രാഗോൺ എന്ന പുരാതന ജെസ്യൂട്ട് കോളേജിൽ നിന്നാണ് വിൽഫ്രിഡ് വോയ്നിച്ച് ഈ പുസ്തകം കണ്ടെത്തുന്നത്. അക്കാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്ന ആ കോളേജിലെ സന്യാസികൾ അവരുടെ ലൈബ്രറിയിലെ ചില അപൂർവ പുസ്തകങ്ങൾ രഹസ്യമായി വിൽക്കാൻ തീരുമാനിച്ചു. വോയ്നിച്ച് അവിടെ എത്തുമ്പോൾ വർഷങ്ങളായി ആരും തുറക്കാത്ത ഒരു പഴയ മരപ്പെട്ടിക്കുള്ളിൽ നിന്നാണ് വിചിത്രമായ ചിത്രങ്ങളുള്ള ഈ ഗ്രന്ഥം അദ്ദേഹത്തിന്റെ കൈകളിൽ എത്തുന്നത്. ഈ പുസ്തകത്തിനുള്ളിൽ ഒളിഞ്ഞിരുന്ന ഒരു രഹസ്യ കത്ത് വോയ്നിച്ചിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. 1665 എഴുതപ്പെട്ട ആ കത്ത് അക്കാലത്തെ പ്രഗത്ഭ പണ്ഡിതനായിരുന്ന യോഹാൻ മാർക്കസ് മാർസി അയച്ചതായിരുന്നു. ആ കത്തിൽ പറയുന്നതനുസരിച്ച് ഈ പുസ്തകം ഒരിക്കൽ വിശുദ്ധ റോമൻ ചക്രവർത്തിയായിരുന്ന റുഡോൾഫ് രണ്ടാമൻ 600 ഗോൾഡ് ഡക്കറ്റുകൾക്ക് വാങ്ങിയതായിരുന്നു. ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം $70,000 $58 ലക്ഷം മുകളിൽ വരും ഈ തുക. പക്ഷേ ഇവിടെയാണ് കഥ ഡാർക്കാകുന്നത്. റുഡോൾഫ് രണ്ടാമൻ വെറുമൊരു ചക്രവർത്തിയായിരുന്നില്ല. അദ്ദേഹം മന്ത്രവാദത്തിലും ആൽക്കമിയിലും അതീവ താല്പര്യമുള്ള ആളായിരുന്നു. ഈ പുസ്തകത്തിലെ രഹസ്യങ്ങൾ തന്റെ പക്കൽ അമരത്വത്തിന്റെ താക്കോലെത്തിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇതിലെ വിചിത്രമായ ഭാഷ മനസ്സിലാക്കാൻ അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയവും ചിലവഴിച്ചു. ചരിത്രം പറയുന്നത് ഈ പുസ്തകത്തിന് പിന്നാലെ പോയ റുഡോൾഫ് രണ്ടാമന് പതുക്കെ പതുക്കെ ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയെന്നാണ്. അദ്ദേഹം തന്റെ കൊട്ടാരത്തിൽ ഏകാന്തനായി ഇരിക്കുകയും അദൃശ്യ ശക്തികളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ സ്വന്തം സഹോദരൻ തന്നെ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി കൊട്ടാരത്തിൽ തടവിലാക്കി. 1612 അദ്ദേഹം മരിക്കുമ്പോൾ ഈ പുസ്തകം അദ്ദേഹത്തിന്റെ തലയിണക്കരികിൽ ഉണ്ടായിരുന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു. കത്തിലെ വരികൾ ഇങ്ങനെയായിരുന്നു: ഈ പുസ്തകം വായിക്കാൻ ശ്രമിച്ച എല്ലാവരും പരാജയപ്പെട്ടു. ഇതിലെ രഹസ്യം കണ്ടെത്താൻ അസാധാരണമായ ബുദ്ധി ആവശ്യമാണ്. അതായത് വോയ്നിച്ച് ഈ പുസ്തകം കണ്ടെത്തുന്നതിന് 250 വർഷം മുൻപ് തന്നെ ഇതൊരു ഉത്തരം കിട്ടാത്ത മഹാരഹസ്യമായിരുന്നു. ആരാണ് ഈ പുസ്തകം ചക്രവർത്തിക്ക് വിറ്റത്? ആ അജ്ഞാതൻ ചക്രവർത്തിയെ മനഃപൂർവ്വം ഭ്രാന്തിലേക്ക് നയിച്ചതാണ്. 2009 ആരിസോണ സർവകലാശാലയിൽ നടന്ന റേഡിയോ കാർബൺ ഡേറ്റിംഗ് പ്രകാരം ഇതിന്റെ പേജുകൾ നിർമ്മിച്ചിരിക്കുന്നത് 1404 മുതൽ 1438 വരെ ഇടയിലാണെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞു. അതായത് കൊളംബസ് അമേരിക്ക കണ്ടെത്തുന്നതിനും ദശകങ്ങൾക്ക് മുൻപ്. ഇതിലെ സയൻസ് നമ്മളെ ശരിക്കും ഞെട്ടിക്കും. ഇതിലെ മഷി 600 വർഷം കഴിഞ്ഞിട്ടും ഒട്ടും മങ്ങിയിട്ടില്ല. സാധാരണ മഷിയല്ല ഇതിലുപയോഗിച്ചിരിക്കുന്നത്. ഐറൺ ഗോൾ ഇങ്ക് എന്ന വിചിത്ര മിശ്രിതമാണ് ഇതിന്റെ ആയുസ്സിന് പിന്നിൽ. പേജുകൾ നിർമ്മിച്ചിരിക്കുന്നത് മൃഗങ്ങളുടെ ചർമ്മം ഉപയോഗിച്ചാണ്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ ഡാർക്ക് സീക്രട്ട് ഒളിഞ്ഞിരിക്കുന്നത്. ചില സ്വതന്ത്ര ഗവേഷകർ സംശയിക്കുന്നത് ഇതിലെ പച്ചയും ചുവപ്പും നിറങ്ങൾ നിർമ്മിക്കാൻ അന്നത്തെ കാലത്തെ ചില നിഗൂഢമായ രാസവസ്തുക്കളും മനുഷ്യ ശരീരത്തിലെ ചില ഘടകങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. ഇതിനെ ഒരു ജീവനുള്ള പുസ്തകം എന്ന് വിളിക്കാൻ കാരണവും ഇതുതന്നെ. ഇനിയാണ് വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റിലെ ഏറ്റവും വിചിത്രമായ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുന്നത്. ഈ പുസ്തകത്തിലെ 126 സസ്യങ്ങളുടെ ചിത്രങ്ങൾ നോക്കൂ. നൂറ്റാണ്ടുകളായി ലോകത്തിലെ പ്രഗത്ഭരായ സസ്യശാസ്ത്രജ്ഞർ തലപുകഞ്ഞ് ശ്രമിച്ചിട്ടും ഇതിൽ ഒരൊറ്റ ചെടിയെപ്പോലും ഈ ഭൂമിയിലുള്ളവയുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നക്ഷത്രങ്ങളുടെ ആകൃതിയിലുള്ള ഇലകൾ, വിചിത്രമായ മൃഗരൂപങ്ങളുള്ള വേരുകൾ. ഇതിനെ വെറുമൊരു ഭാവന എന്ന് തള്ളിക്കളയാനാവില്ല. കാരണം ഓരോ വരയിലും ശാസ്ത്രീയമായ കൃത്യതയുണ്ട്. ഇത് മറ്റൊരു ഗ്രഹത്തിലെ ജീവജാലങ്ങളുടെ റെക്കോർഡാണോ അതോ ഭൂമി തന്നെയെന്നോ മറന്നുപോയ ഏതോ ജൈവ വൈവിധ്യമാണോ? പക്ഷേ അതിനേക്കാൾ ഭീകരമാണ് ഇതിലെ നക്ഷത്ര ഭൂപടങ്ങൾ. ഇവിടെയാണ് സയൻസ് ശരിക്കും പകച്ചു നിൽക്കുന്നത്. ടെലിസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിനും 200 വർഷം മുൻപ്
അന്ന് ആർക്കും അറിയാതിരുന്ന സ്പൈറൽ ഗാലക്സികളുടെ ചിത്രം ഇതിൽ എങ്ങനെ വന്നു? ആധുനിക ടെലിസ്കോപ്പുകളിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ആൻഡ്രോമിഡ ഗാലക്സിയുടെ ആകൃതിയിലുള്ള ചിത്രങ്ങൾ 1430 ജീവിച്ചിരുന്ന ഒരാൾ എങ്ങനെ വരച്ചു? നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഈ പ്രപഞ്ച രഹസ്യം അയാൾക്ക് മുന്നിൽ ആരാണ് വെളിപ്പെടുത്തിയത്? നിഗൂഢത ഇവിടെയും അവസാനിക്കുന്നില്ല. ഇതിൽ വരച്ചിരിക്കുന്ന 9 വിചിത്രമായ ദ്വീപുകൾ ശ്രദ്ധിക്കുക. ഭൂമിയിലെ ഏത് സ്ഥലമാണെന്ന് ഇന്നും ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ഭൂപടങ്ങൾ. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ രഹസ്യം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. ശക്തമായ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ച് ഈ ചിത്രങ്ങൾ പരിശോധിച്ചപ്പോൾ ഗവേഷകർ ഞെട്ടിപ്പോയി. ഓരോ ചിത്രങ്ങൾക്കുള്ളിലും അതിസൂക്ഷ്മമായ അക്ഷരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇതിനെയാണ് സ്റ്റെഗോഗ്രാഫി എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ കാണുന്ന ഈ വിചിത്രമായ ചിത്രങ്ങളല്ല യഥാർത്ഥ സന്ദേശം. ആ ചിത്രങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അദൃശ്യമായ അറിവുകളാണ് ഈ പുസ്തകത്തിൻ്റെ ആത്മാവ്. നമ്മൾ ഇത്രയും കാലം നോക്കിയിരുന്നത് വെറും പുറം ചട്ടയിലേക്കാണ്. ഇനിയാണ് വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റിലെ ഏറ്റവും വിവാദപരമായ ഭാഗത്തേക്ക് നമ്മൾ എത്തുന്നത്. ഇതിനെ ബയോളജിക്കൽ സെക്ഷൻ എന്ന് വിളിക്കാം. ഇവിടെ കാണുന്ന ചിത്രങ്ങൾ വെറുമൊരു ഭാവനയല്ല, മറിച്ച് അസ്വസ്ഥമാക്കുന്ന ഏതോ പരീക്ഷണത്തിൻ്റെ തെളിവുകളാണ്. വിചിത്രമായ കുഴലുകളിലൂടെയും ടാങ്കുകളിലൂടെയും ഒഴുകുന്ന പച്ച നിറത്തിലുള്ള ഒരു നിഗൂഢ ദ്രാവകം, അതിൽ നീന്തിത്തുടിക്കുന്ന 100 കണക്കിന് സ്ത്രീകൾ. ഇത് മരണമില്ലാത്ത ലോകത്തേക്കുള്ള അമരത്വത്തിൻ്റെ രഹസ്യക്കൂട്ടാണ് എന്ന് വിശ്വസിക്കുന്നവരും ഇത് മനുഷ്യനെ പ്രപഞ്ചശക്തിയുമായി ബന്ധിപ്പിക്കാൻ നിർമ്മിച്ച ഒരു ബയോ മെഷീൻ ആണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ചില ആധുനിക തിയറികൾ മുന്നോട്ട് വയ്ക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. ഈ സ്ത്രീകൾ പച്ച ദ്രാവകത്തിലൂടെ സഞ്ചരിക്കുന്നത് വെറുമൊരു കുളിക്കായല്ല, മറിച്ച് കോസ്മിക് എനർജി അവരുടെ ശരീരത്തിലേക്ക് ആവാഹിക്കാനാണത്രേ. മനുഷ്യ ശരീരത്തെ ഒരു ആന്റിന പോലെ പ്രപഞ്ചത്തിന്റെ തരംഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഏതോ അതീന്ദ്രിയ വിദ്യ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഈ തിയറി അഭിപ്രായപ്പെടുന്നു. ഇത് അമരത്വം നേടാനുള്ള വിദ്യയാണോ, അതോ മനുഷ്യനെ മറ്റൊരു രീതിയിൽ പുനർനിർമ്മിക്കാനുള്ള പരീക്ഷണശാലയാണോ? സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ കുഴലുകൾക്കും ടാങ്കുകൾക്കും മനുഷ്യ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുമായി അതിശയിപ്പിക്കുന്ന സാമ്യമുണ്ടെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു. രക്തക്കുഴലുകൾ, ദഹനവ്യവസ്ഥ, ഗർഭപാത്രം എന്നിവയെല്ലാം അക്കാലത്ത് ആർക്കും അറിയാത്ത രീതിയിൽ ഇതിൽ വരച്ചു വെച്ചിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ മനുഷ്യ ശരീരം കീറിമുറിച്ചുള്ള പഠനങ്ങൾ സഭ നിരോധിച്ചിരുന്ന കാലമായിരുന്നു. ഒരുപക്ഷെ ഏതോ അജ്ഞാതനായ ഡോക്ടർ തൻ്റെ രഹസ്യ പഠനങ്ങൾ ആർക്കും മനസ്സിലാകാത്ത കോഡ് ഭാഷയിൽ രേഖപ്പെടുത്തിയതാകാം ഇത്. എന്നാൽ ആ പച്ച ദ്രാവകം എന്താണ്? മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം ഈ സ്ത്രീകളുടെ മുഖഭാവങ്ങളാണ്. ഇത്രയും വിചിത്രമായ ഒരു സാഹചര്യത്തിലും എല്ലാവരും അതീവ ശാന്തരായാണ് കാണപ്പെടുന്നത്. ഇതൊരു സന്തോഷകരമായ പ്രക്രിയയാണോ, അതോ അവർ ഒരു ഹിപ്നോട്ടിക് അവസ്ഥയിലാണോ? വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റിലെ ഈ പേജുകൾ മറിക്കുമ്പോൾ നമ്മൾ ശരിക്കും കാണുന്നത് ഒരു നരകമാണോ, അതോ മറ്റൊരു സ്വർഗമാണോ? പക്ഷേ വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റിനെ കുറിച്ച് ഏറ്റവും വിചിത്രമായ തിയറി മറ്റൊന്നാണ്. ചില ആധുനിക ഗവേഷകർ സംശയിക്കുന്നത് ഇതൊരു വെറും പുസ്തകമല്ല, മറിച്ച് ജീവനുള്ള ഒരു വസ്തു, സെന്റിയന്റ് ഓബ്ജക്റ്റ് ആണെന്നാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച പലർക്കും ഒരേപോലെയുള്ള അനുഭവങ്ങളാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. ഇതിലെ അക്ഷരങ്ങൾ ഓരോ തവണ നോക്കുമ്പോഴും അവയുടെ ആകൃതി മാറിക്കൊണ്ടിരിക്കുന്നുവത്രേ. ഇതൊരു ഷിഫ്റ്റിംഗ് സൈഫർ ആണെന്ന് ക്രിപ്റ്റോഗ്രാഫർമാർ പറയുമ്പോഴും ഇതിന് പിന്നിൽ അതിഭീകരമായ ഒരു സത്യമുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഈ പുസ്തകം എഴുതാൻ ഉപയോഗിച്ച മഷിയിൽ അപൂർവമായ ചില ജൈവ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഇത് വായിക്കാൻ ശ്രമിക്കുന്നവരുടെ ചിന്തകളെ സ്വാധീനിക്കാൻ ഈ പുസ്തകത്തിന് കഴിയുമത്രേ. റുഡോൾഫ് രണ്ടാമൻ ചക്രവർത്തിക്ക് ഭ്രാന്ത് പിടിച്ചതും പിൽക്കാലത്ത് ഇത് കൈവശം വെച്ച പലരും മാനസികമായി തകർന്നതും വെറുമൊരു യാദൃശ്ചിരതയല്ല. ചിലർ വിശ്വസിക്കുന്നത് ഇതൊരു പാരസിറ്റിക് മെമ്മറി ആണെന്നാണ്. അതായത് വംശനാശം സംഭവിച്ച ഏതോ ഒരു വർഗത്തിന്റെ വിജ്ഞാനം വരും തലമുറകളിലേക്ക് കടത്തിവിടാൻ അവർ നിർമ്മിച്ച ഒരു ജൈവ യന്ത്രമാണ് ഈ പുസ്തകം. ഇത് വായിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കത്തെ ആ വിചിത്രമായ അറിവുകൾക്ക് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ നമ്മൾ ഈ പുസ്തകത്തെ പഠിക്കുകയല്ല, മറിച്ച് ഈ പുസ്തകം നമ്മളെ പതുക്കെ അടിമകളാക്കുകയാണ് ചെയ്യുന്നത്. വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ് തുറക്കുമ്പോൾ
നിങ്ങൾ ശരിക്കും തുറക്കുന്നത് മറ്റൊരു ലോകത്തേക്കുള്ള വാതിലാണ്. ഈ രഹസ്യം നമ്മൾ കണ്ടെത്താൻ പാടില്ലാത്ത ഏതോ വിപത്തിന്റെ മുന്നറിയിപ്പാണോ എന്നും അറിയില്ല. ഇതിന്റെ 240 പേജുകളിൽ ഒരിടത്ത് പോലും വെട്ടിത്തിരുത്തലുകളോ തെറ്റുകളോ ഇല്ല എന്നത് മറ്റൊരു അത്ഭുതമാണ്. പക്ഷേ ഏറ്റവും വലിയ രഹസ്യം ഇതിലെ അവസാന പേജുകളാണ്. ഇത് ലോകത്തിന്റെ അവസാനം എപ്പോഴാണെന്ന് പറയുന്ന ഒരു പ്രവചനമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. 600 വർഷമായി ഇത് നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിന് പിന്നിൽ ഒരു ചെറിയ കാര്യമല്ല എന്നത് ഉറപ്പാണ്. ഇന്ന് ഈ പുസ്തകം യേൽ യൂണിവേഴ്സിറ്റിയിലെ അതീവ സുരക്ഷയുള്ള ലോക്കറിലാണ്. 2018 കനേഡിയൻ AI ഇത് ഹീബ്രു ആണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പരാജയപ്പെട്ടു. ഒരുപക്ഷെ ഈ രഹസ്യം നമ്മൾ കണ്ടെത്താത്തതാണ് നല്ലത്. കാരണം ചില സത്യങ്ങൾ അജ്ഞാതമായി തുടരുന്നതാണ് മനുഷ്യരാശിക്ക് സുരക്ഷിതം. നിലവിൽ വിശ്വാസങ്ങളുടെയും സയൻസിന്റെയും ഇടയിലുള്ള ഒരു നൂൽപാലത്തിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നായി വോയിനസ് മാനുസ്ക്രിപ്റ്റ് ഇന്നും തുടരുന്നു.